ഈ അരമണിക്കൂർ നമ്മൾ പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം വയ്ക്കുന്നു. ഈ ലോകത്ത് നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉപകരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിനൊക്കെ ചില കുരുപൊട്ടലൊക്കെ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ മതത്തെ മാത്രം പിന്തുണയ്ക്കുന്നതിന്റെ പിന്നിൽ ജൂതന്മാർ കേരളത്തിൽ വലിയ ശക്തിയില്ല, ജൂതന്മാർ ഭാരതത്തിൽ വലിയ ശക്തിയില്ല, അത് കണ്ടുകൊണ്ട് തന്നെയല്ലേ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ശരിയായ ഹ്യൂമാനിറ്റിയോടുള്ള സ്നേഹമാണെങ്കിൽ എല്ലാത്തരം കൊലപാതകങ്ങളെയും അപലപിക്കുകയും ഇതുപോലെ ഫോൺ ഓഫാക്കലും മൈക്രോസോഫ്റ്റിനെ മീശ വിരിച്ച് പീഡിപ്പിക്കുകയും ചെയ്യണ്ടേ? ആദ്യം കേരളത്തിൽ സെൻട്രലൈസ്ഡ് ആയിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്തത് AKG സെന്ററാണ്. കമ്പ്യൂട്ടർ ഭീമൻ, തൊഴിൽ വിഴുങ്ങുന്ന ഭീമൻ എന്ന പുസ്തകം എഴുതി വരും. അതായത് ഏതൊന്നിനെ കുറ്റം പറയുന്നു അത് വിഴുങ്ങി ശീലിച്ചിട്ടൊരു പാർട്ടി മാത്രമാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇത് എല്ലാവരും ഏറ്റെടുക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഇതിനെ നിങ്ങൾ അങ്ങ് പെരുപ്പിച്ച് കാണിക്കാൻ നോക്കണ്ട. ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. കുറെ ഈ പറയുന്ന രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടുള്ള അടിമകളായിട്ടുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അത് എല്ലാവരുടെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഫലസ്തീനു വേണ്ടി വീണ്ടും മുറവിളിയുമായി CPM രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവരൊന്നും വേറെ ഒരു തൊഴിലുമില്ലേ? അത് മാത്രം പറയരുത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനോട് പരസ്യമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഡിജിറ്റൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആഹ്വാനം ചെയ്യാൻ CPIM കഴിഞ്ഞു എന്നുള്ളതിനകത്ത് CPIM ഒരു ചാരിതാർത്ഥ്യമുണ്ട്. പുരോഗമന വിരുദ്ധ സമരമുറയാണ് ഇത്തവണ CPM അവലംബിക്കുന്നത്. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ആശാന്മാരിൽ 99% മണ്ടന്മാരാണെന്ന്. അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാ. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ മൊബൈൽ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉപയോഗങ്ങൾ അരമണിക്കൂർ ഉപേക്ഷിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുമൂലം മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികളെ ഡിജിറ്റൽ സത്യാഗ്രഹം ബാധിക്കണം എന്നുമാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. അപ്പൊ 100%. CPIM ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ സമരമുറ എന്തുതരം സമരമുറയാണ്? ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ഈ ലോകം ആശ്രയിക്കുന്ന ഈ കാലത്ത് എത്രമാത്രം പുരോഗമന വിരുദ്ധമായ നയമാണ് ഇവർ വച്ചു പുലർത്തുന്നത്? ഇതെങ്ങനെ സാധിക്കുന്നു? ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ സത്യാഗ്രഹത്തിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് അത് ഈ കാലഘട്ടത്തിലേക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട CPMന്റെ ജനറൽ സെക്രട്ടറി ആയ MA ബേബി പറഞ്ഞത്, കമ്പ്യൂട്ടറുകൾ, ഫോണുകൾ എല്ലാം ഒരു അരമണിക്കൂർ, ഈ അരമണിക്കൂർ നമ്മൾ പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം വയ്ക്കുന്നു. എന്താണ് ബുദ്ധി ഈ തലവെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ? അത് നമ്മൾ പറഞ്ഞല്ല, ലോകത്തെമ്പാടും അതിന്റെ ഒരു അലയടികളുണ്ട്. ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ചില അടവ് നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യക്കുരുതി നടക്കുന്ന അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ് പാലസ്തീൻ. അവിടുത്തെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഓടുന്നതാണ്. അതിന് CPM എന്നുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ഇങ്ങനൊരു നമ്മളൊരു പ്രതിഷേധം രേഖപ്പെടുത്തണ്ടേ? കണ്ടോണ്ടിരിക്കാൻ എനിക്ക് വയ്യ, എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. അരമണിക്കൂർ ഈ ലോകത്ത് നിന്ന് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉപകരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ മൈക്രോസോഫ്റ്റിനൊക്കെ ചില കുരുപൊട്ടലൊക്കെ ഉണ്ടാവും. അരമണിക്കൂർ നിൽക്കുമെന്ന് പറയുന്നത് വമ്പന്മാർക്ക് വളരെ അത് തിരിച്ചടിയാണ്, ഒരു സംശയവുമില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. എവിടെയൊക്കെ മനുഷ്യകുരുതികൾ വരുന്നു അവിടെയെല്ലാം നമ്മൾ ഇനിയുള്ള പഴയ കാലഘട്ടത്തിലേക്കുള്ള ഈ സത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനാണ്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ, താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. ഒരുപക്ഷെ MA ബേബിയുടെ ഈ പ്രസ്താവന കേരളത്തിലുള്ള CPM അനുഭാവികൾ കേൾക്കുമായിരിക്കും. ഭാരതത്തോട് അദ്ദേഹം ഇത് ആഹ്വാനം ചെയ്യുമ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരു CPM പ്രസ്ഥാനം എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ എന്ത് അവകാശമാണ് ഇത്തരത്തിൽ ജനങ്ങളെ ആകെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെയൊക്കെ സ്തംഭിപ്പിക്കുക എന്നുള്ളത്? ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്നത് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യക്ക് അത് കേരളത്തിൽ മാത്രമേ അലയടിക്കുള്ളൂ എന്ന് രോഗിനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിർബന്ധപൂർവ്വം അല്ലാതെ ജനങ്ങൾക്ക്, പാലസ്തീൻ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി MA ബേബിയെ പോലെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ജനങ്ങളും, ഇന്ത്യക്കകത്ത് ഒട്ടുമിക്ക ആൾക്കാരും അതിനെ നെഞ്ചിലേറ്റും. ആഗോള ഭീമന്മാർക്ക് മുന്നറിയിപ്പാവെന്നൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു മണ്ണാങ്കട്ട ഉണ്ടാകാൻ പോകുന്നില്ല. ഇതെന്ത് പണ്ടാരാണ്?
ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരാൻ മനുഷ്യൻ കിടന്നു വിടുന്ന പാട്. ഇവിടെ മൈക്രോസോഫ്റ്റിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് ശരിയാണെന്ന് ഞാൻ പറയില്ല. കാരണം സമരത്തിന് അങ്ങനെ പ്രതീകാത്മകമായിട്ട് പലതും നമ്മൾ ചെയ്യും. പക്ഷെ അതിലെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മറ്റുള്ള ആളുകൾ സമരം പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ വന്നുകൊണ്ട് നിങ്ങളിപ്പോ സമരം അങ്ങോട്ട് പറഞ്ഞാൽ ഉടനെ പെട്രോളിന്റെ വില കുറയുമോ എന്നൊക്കെ വന്നിട്ട് ഈ CPM-കാർ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ചോദ്യം ഇനി നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് പ്രതീകാത്മകമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് അത് ബാക്കിയുള്ള ആളുകൾക്കും അതിനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കാം. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇവിടെ പറഞ്ഞു വെക്കുന്ന എന്താണ്, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആഗോളതലത്തിൽ എല്ലാവരും ഏറ്റെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ആരും ഏറ്റെടുക്കാനൊന്നും പോകുന്നില്ല. കുറച്ച് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം അറിയാത്ത ഈ ഇടതുപക്ഷവും ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഇവിടെ പടച്ചു വിടുന്ന നുണകൾ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇത് ഏറ്റെടുക്കാൻ പോകുന്നത്. കുറെ വോക്കുകൾ മാത്രമാണ് ഇത് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല. ഇല്ല. ഒരു ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമരമുറ ഏറ്റവും മികച്ച രീതിയിൽ തോറ്റ് അമ്പാൻ പോകുന്ന ഒരു സ്ഥലം അത് ലോകത്തെവിടെയും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത് ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്നുള്ളതിന് ഇനി ആരെങ്കിലും എടുത്താൽ തന്നെ സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ സുഡിയോ ബഹിഷ്കരണം എന്ന് പറഞ്ഞിറങ്ങി തിരിച്ച ആളുകളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അത് 8 നിലയിലാണ് പൊട്ടിയത്. അതിനുശേഷം പല അടവുകൾ അവർ പരീക്ഷിച്ചു, ഒന്നും വിജയിച്ചിട്ടില്ല. ഇനി ഇതും വിജയിക്കാൻ പോകുന്നില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇവിടെ പറഞ്ഞ എന്താണ്, അവിടെ പട്ടിണി, അവിടെ മരണം, ആളുകളെ കൊല്ലുന്നു എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു വാക്ക് ഈ പറയുന്ന ഒക്ടോബർ 7 അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോയിട്ട് ആ 1200ഓളം ആളുകൾ അവിടെ കൊന്നു തള്ളിയിട്ട് അവരെ റേപ്പ് ചെയ്തിട്ട് ഇന്നിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഹമാസ് ഈ പറയുന്ന ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഹോസ്റ്റേഴ്സ് ആയിട്ട് വെച്ച ആളുകളും അല്ലാതെയുള്ള ആളുകളെയും റേപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വന്നിരിക്കുകയാണ്, പുറത്ത് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്നും അതിൽ പെടുന്ന 50ഓളം ആളുകളെ ഇന്നും അവിടെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ആ നിലയ്ക്ക് ഇരിക്കുന്ന വേളയിൽ അവരുടെ ശവശരീരം പോലും വെച്ച് ഈ വില പേശിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആ ബന്ദികളെ വിട്ടുകൊടുത്താൽ സാധിക്കുമെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞിട്ടും അത് ചെയ്യാതെ ഈ പറയുന്ന ഹമാസിനെ സൺ ഓഫ് ദ ഡോഗ്സ് എന്ന് തൊട്ടപ്പുറത്ത് ഈ വെസ്റ്റ് ബാങ്കിലുള്ള മഹ്മൂദ് അബ്ബാസ് വിളിച്ചിട്ട് ആ ഹമാസിനോട് എന്താ അവർ പറഞ്ഞത്, നിങ്ങൾ ആയുധം താഴെ വെക്ക്, ബന്ദികളെ വിട്ടുകൊടുക്ക് എന്ന് പറയാൻ കാണിച്ച ആ മര്യാദ, അതിന്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ഇവിടെയുള്ള ഈ ഇടതുപക്ഷത്തിന് ഒരിക്കലെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴാണ് ഇതിലെ യാഥാർത്ഥ്യം ഇനിയെങ്കിലും തുറന്ന് പറയാ? എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇത് പണ്ടത്തെ പോലെയല്ല. നിങ്ങളുടെ പാർട്ടി ക്ലാസ് വിശ്വസിച്ചിട്ട് അന്തം വിട്ടു നടക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരല്ല ഇന്ന് ജീവനോടെ ഉള്ളത്. ബോധവും വിവരമുള്ള മറ്റു മനുഷ്യന്മാരും ഇവിടെ ഉണ്ട്. വാർത്ത വായിക്കുന്ന ആളുകൾ ദേശാഭിമാനി മാത്രമല്ല ഇന്ന് നാട്ടുകാർ വായിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഇവിടെ ഇനി ഒരാൾ മരിച്ചാലും അത് നമുക്ക് പ്രശ്നം തന്നെയാണ്. ഗാസയിൽ നിന്നല്ല, ലോകത്ത് എവിടെ ആള് അതേപോലെ ഒരാൾ മരിച്ചാലും നമുക്ക് പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമാവുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന വിഷയത്തിൽ ഇസ്രായേലിന്റെ ഭാഗം നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞാൻ അതുകൊണ്ട് പറയാണ്, ബ്രിങ് ദം ഹോം എന്ന് നമ്മൾ പറയുന്നു. ഈ പറയുന്ന യെല്ലോ പിൻ അത് അതിനെ കാണിക്കുന്നതാണ്. നിങ്ങളിൽ എത്ര പേര് അത് ഇവിടെ അണിയാനോ ആ പറയുന്ന ഒരു വിഷയത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനോ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളെ കൊണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാണ്. നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാമോ ലെഫ്റ്റുകൾക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ഈ ഇസ്ലാമിസ്റ്റുകളോടൊപ്പം ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ പ്രൊപ്പഗണ്ടയിൽ പെട്ടുപോയിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ പറയുന്ന പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് ഇത് പണ്ടേ ഇവിടെ വെളിച്ചത്ത് വന്നാണ്. നീലക്കുറുക്കൻ പണ്ടേ കൂവി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ അതിനകത്ത് നിങ്ങൾ കിടന്ന് മെഴുകിയിട്ട് കാര്യമൊന്നുമില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മറ്റ് സ്ഥലങ്ങളിൽ എന്താ ഇവിടെ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇവിടെ നിങ്ങൾ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയം പറയുന്നു, 50,000 പേരോളം മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ തമാശ, ഈ 50,000 പേരിൽ എത്ര പേര് ഹമാസ് തീവ്രവാദികളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു തവണയെങ്കിലും ഒരു കണക്ക് പുറത്തേക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയും? എത്ര പേര് ഹമാസിന്റെ ആളുകളുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം 25,000-ഓളം ആളുകളാണെന്നാണ് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള 25,000 പേര് ആളുകൾ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? ഈ പറയുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന അവരുടെ നഴ്സറി സ്കൂളുകളായിട്ടോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സ് ആയിട്ടോ ഹോസ്പിറ്റൽസ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ താഴെ ഈ തുരങ്കം പണിതുകൊണ്ട് അതിന്റെ അടിയിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന റോക്കറ്റ് വിട്ടിട്ട് അതിന്റെ അവരെ മനുഷ്യ കവചമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കൊളാറ്ററൽ ഡാമേജിനെ നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിലെ കണക്കുകൾ പലതവണ തിരുത്തേണ്ടി വന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വാക്ക് പറയാനുണ്ടോ? പലതവണയും ഇപ്പൊ ഈ അടുത്തും നമ്മൾ കണ്ടത് എന്താണ്, ഭക്ഷണ വിതരണം നടത്തുന്ന സ്ഥലത്തേക്ക് വെടിവെച്ചു എന്ന് പറഞ്ഞിട്ട് കള്ള വാർത്തകൾ വിടുന്നു. അത് ആരാ വിടുന്നത്? ഈ ഹമാസാണ് വിടുന്നത്. നിങ്ങൾ ഇസ്രായേൽ വിടുന്ന കണക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തീവ്രവാദികൾ പുറത്തുവിടുന്ന കണക്ക് നിങ്ങൾ വിശ്വസിക്കുന്നത്?
ഈ കണക്ക് നിങ്ങൾ മുന്നോട്ട് വെച്ച് കൊല്ലുന്നേ എന്ന് നിലവിളിക്കുന്നതിന്റെ ഇടയിൽ ഇസ്രായേൽ തന്നെ ഡ്രോൺ ഫുട്ടേജാണ് പുറത്തേക്ക് വിട്ടത്. എങ്ങനെ? അതായത് ബോംബ് എറിയുന്നു, വെടിവെക്കുന്നു ഈ ഹമാസ് തീവ്രവാദികൾ വന്നിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക്. എന്നിട്ട് അവര് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇഴുകിച്ചേരുകയാണ്. ഇതിൽ ആരാണ് ഹമാസ് തീവ്രവാദി, ആരാണ് സിവിലിയൻ എന്ന് പോലും അറിയില്ല. ഒക്ടോബർ 7 ആ മതിൽ പൊളിച്ച് അപ്പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകൾ അവരാരും സിവിലിയൻ യൂണിഫോമിൽ അല്ലാതെ അല്ല അവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും വന്നിരിക്കുന്ന സിവിലിയൻസ് ആയിക്കൊണ്ട് തന്നെയാണ്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഹമാസ് തീവ്രവാദിയും കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ സിവിലിയനും ആകുന്ന ഒരു വലിയൊരു പ്രതിഭാസം അതാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഇനി ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഇവൻ പണ്ടേ അങ്ങനെ എല്ലാരും ഞെട്ടിക്കുന്ന തീരുമാനങ്ങളെ എടുക്കും. ഇനി ഇവിടെ മറ്റു രാജ്യങ്ങളെ കുറിച്ച് നമുക്ക് പറയണ്ടേ? നിങ്ങൾ ഗാസയെ കുറിച്ച് പറയുന്നു, ഈ പറയുന്ന ഇസ്രായേലിനെ കുറിച്ച് പറയുന്നു, തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾ സുഡാനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ? കഴിഞ്ഞ ദിവസം കൂടിയും 200ഓളം ക്രിസ്ത്യാനികളെയാണ് നൈജീരിയയിൽ വെടിവെച്ച് കൊന്നത്. എന്താ നിങ്ങൾക്ക് അന്ന് ഈ പറയുന്ന ഡിജിറ്റൽ സമരമുറയൊന്നും നിങ്ങളുടെ പേനയുടെ തുമ്പത്തൊന്നും വന്നില്ലേ? എന്താ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനില്ലാതെ പോയത്? സുഡാനിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനില്ലാത്തത്? യമനിലെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയുന്നത്? സിറിയയിലെ കുറിച്ച് എന്താ പറയുന്നത്? ലെബനോനിലുള്ള വിഷയത്തെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയുന്നത്? ഉക്രൈനിലെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനില്ലാത്തത്? മ്യാൻമറിലെ വിഷയത്തെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനില്ലാത്തത്? അഫ്ഗാനിസ്ഥാനിലെ വിഷയത്തെക്കുറിച്ച് എന്താ പറയാനില്ലാത്തത്? പാകിസ്ഥാനിൽ നടക്കുന്ന മൈനോറിറ്റി പെർസിക്യൂഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനില്ലാത്തത്? ബംഗ്ലാദേശിൽ ഈ കഴിഞ്ഞ ദിവസം കൂടി ഹിന്ദു സ്ത്രീകളെയൊക്കെ പിടിച്ചിട്ട് അവിടെ ബലാത്സംഗം ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനില്ലാത്തത്? അതേപോലെ നിങ്ങൾക്ക് ഇനി സ്ഥലങ്ങൾ വേണമെങ്കിൽ ഞാൻ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് അയച്ചുതരാം. നിങ്ങളുടെ ഈ പറയുന്ന പ്രതികരണം എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ്. അത് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ പറയുന്ന പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവരും ഏറ്റെടുക്കും എന്നൊന്നും പറഞ്ഞിട്ട് ഇതിനെ നിങ്ങൾ അങ്ങ് പെരുപ്പിച്ച് കാണിക്കാൻ നോക്കണ്ട. ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. കുറെ ഈ പറയുന്ന രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടുള്ള അടിമകളായിട്ടുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അത് എല്ലാവരുടെയും തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. छाती से